ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡയറക്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ നിങ്ങൾക്കുള്ള റീഡിങ്സ് എന്താണ്, ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. 8 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുന്ന പോലത്തെ കുറേ നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് നിങ്ങളെ തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഓവർ തിങ്ക് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇങ്ങനെ ചിലപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആവശ്യമുള്ള കാര്യമായിരിക്കാം. നിങ്ങൾ ചിന്തിക്കുന്നത് ഒന്നിലധികം തവണ ഒരാളിന് ചാൻസ് കൊടുത്തത് കൊണ്ട് വന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ചില ആൾക്കാർക്ക് നമ്മൾ ഒരു തവണ മാത്രമേ ഒരു ചാൻസ് കൊടുക്കാവൂ. അപ്പോൾ ആ ഒരു ചാൻസിൽ അവർ നല്ലതാവുമെങ്കിൽ നല്ലതാകട്ടെ എന്ന് വിചാരിക്കുക. വീണ്ടും വീണ്ടും ചാൻസ് കൊടുക്കുമ്പോൾ അവർ നല്ലതാകണമെന്നില്ല. അപ്പം നമ്മളുടെ പ്രതീക്ഷ മാത്രമാണ് അവർ ശരിയായിക്കോളും എന്ന്. അപ്പോൾ വീണ്ടും വീണ്ടും അവർക്ക് നമ്മളെ പറ്റിക്കാനുള്ളൊരു അവസരം നമ്മൾ തന്നെ കൊടുത്തല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. പിന്നെ ഇനി എങ്ങോട്ടാണ്, മുന്നോട്ട് എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ. നിങ്ങൾ മനസ്സിലാക്കുക, ഇതെല്ലാം താൽക്കാലികമായിട്ടുള്ള കാര്യമാണ് നമ്മളുടെ മുന്നിലുള്ളത്. ഇതൊന്നും ഒരിക്കലും കുറേ കാലം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമേ അല്ല. നമ്മളാണത് വീണ്ടും വീണ്ടും ചിന്തിച്ച് വീണ്ടും അതിൻ്റെ പുറകെ പോയി ആ ഒരു എനർജി വീണ്ടും എടുത്ത് അത് നമ്മൾക്ക് അതിന്ന് മാറാൻ പറ്റാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മളുടെ മാത്രം മിസ്റ്റേക്കാണ്. അപ്പം നമ്മൾ മാക്സിമം ആ ഒരു തോട്ട്സിൽ നിന്നും പൂർണ്ണമായി റിലീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പൂർണ്ണമായി റിലീസ് ചെയ്യാൻ നോക്കുക. നമ്മളെ ഒന്ന് എന്താണ്, നമ്മൾ അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകാൻ പൂർണ്ണമായി അത് ഇത് കുറേ ആൾക്കാരും ഇതിന്ന് എസ്കേപ്പ് ചെയ്യാനല്ല നോക്കേണ്ടത്. ഈ ഒരു അവസരത്തിൽ നിന്ന് എങ്ങനെ ഇത് മറന്നു പോകാം എന്നുള്ളതല്ല, അതിനെ നമ്മൾ വിലയിരുത്തുക. ഇതെന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക. ഈ ഒരു സിറ്റുവേഷൻ ഞാനിപ്പോൾ കടന്നു പോകേണ്ടതാണ്, ഞാനിത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ശ്രമിക്കുക. നമ്മൾ അത് തിരിച്ചറിയാതെ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും വീണ്ടും ഇതേ ഇമോഷൻ തന്നെ നിങ്ങൾക്ക് വരും. അപ്പോൾ അതൊന്ന് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊന്ന് പുറത്ത് കിടക്കാൻ പറ്റും, അതിൽ വിഷമമൊന്നുമില്ല. ഇനി അഥവാ ഏതെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ട്രാപ്പിലാണ് നിങ്ങൾ പെട്ടുപോയതെങ്കിൽ പോലും അതിൽ നിന്നും പുറത്ത് കിടക്കാനുള്ള വഴി ദൈവം കാണിച്ചു തരും. അത് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. ഒരു ചീറ്റിംഗ് നടന്നു എന്ന് തന്നെയാണ് കാണുന്നത്. 7 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ വിശ്വസിച്ച ഒരാൾ നിങ്ങളെ ചീറ്റ് ചെയ്തു. അത് നിങ്ങളെ ചീറ്റ് ചെയ്യാനുള്ള കാരണം ഉണ്ടാക്കി കൊടുത്തത് നിങ്ങൾ തന്നെയാണെന്നാണ്. അത് നിങ്ങളുടെ തന്നെ പിടിപ്പുകേട് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധയില്ലായ്മ കൊണ്ട് നിങ്ങളെ മറ്റൊരാൾ ചീറ്റ് ചെയ്തു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇത് കുറേ ആൾക്കാർക്കും ഇതേ എനർജി തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ചില ആൾക്കാർക്ക് ഇനി വരുന്ന മെസ്സേജസ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാണുന്ന എല്ലാവർക്കും ഒരേ കാര്യമായിരിക്കില്ല. പക്ഷേ കുറേ ആൾക്കാർക്കും ഇത് ഈ എനർജി കണക്റ്റ് ആവും. കാരണം ഇതിൽ ശരിക്കും വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് മാറിപ്പോകാനുള്ളൊരു ഗൈഡൻസ് ആയിരിക്കും ഇന്ന് ആദ്യം തന്നെ കിട്ടുന്നത്. അത് മനസ്സിലാക്കുക. നിങ്ങളെ വിശ്വസിച്ച ഒരാൾ നിങ്ങളെ പറ്റിച്ചു പോയി. ചിലപ്പോൾ അത് നിങ്ങൾ സാമ്പത്തികം കടം കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിശ്വസിച്ച് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തായിരിക്കും. ചിലപ്പോൾ ബിസിനസ് തുടങ്ങി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് കൊടുത്തതായിരിക്കാം വിശ്വാസത്തിൻ്റെ പേരിൽ. അതൊക്കെ അവർ നിങ്ങളെ ചീറ്റ് ചെയ്തു, പറ്റിച്ചു. അപ്പം അതിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ കുറേ ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചീറ്റിംഗ് വന്നേക്കാം എന്നുകൊണ്ടുണ്ടാ. നിങ്ങൾ ആരെയും അധികം വിശ്വസിക്കാതിരിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങളുടെ രഹസ്യങ്ങളൊന്നും തന്നെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് പറയാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ പെട്ടെന്ന് പരിചയപ്പെടുന്ന ആൾക്കാരോട് നമ്മളുടെ ലൈഫ് സ്റ്റോറി പറയാതിരിക്കുന്നതാണ് നല്ലത്.
പിന്നെ കാരണം ഈ ഇപ്പോൾ പെട്ടെന്നൊരു അടുപ്പമുണ്ടാക്കിയിട്ട് അതേ ഇതിൽ തന്നെ ചിലപ്പോൾ അകന്നു പോകാം. അപ്പോൾ നമ്മളുടെ രഹസ്യങ്ങൾ അവരിലിരിക്കുമ്പോൾ നമ്മൾ അവരെ ഭയപ്പെടേണ്ടി വരും. പിന്നെ അവരോട് എതിർക്കാൻ പറ്റൂല. അത് മനസ്സിലാക്കുക. സെവൻ ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാത്തിരിപ്പിൻ്റെ എനർജി ഉണ്ട് കുറേ ആൾക്കാർക്ക്. നിങ്ങളുടെ കർമ്മയൊക്കെ പൂർത്തിയാക്കി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ചെയ്ത കാര്യത്തിൻ്റെ ഫലം വളരെ ഹാപ്പി ആയിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് കുറേ ആൾക്കാർ. നിങ്ങൾ ഈ ഒരു കാര്യം ഇപ്പം കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ശരിക്കും വേദനിപ്പിക്കുന്നതാണ് എന്നുണ്ടെങ്കിലും നിങ്ങളൊരു പുതിയ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ കാത്തിരിക്കുക. കാരണം നിങ്ങൾ ഈ അനുഭവിച്ച കർമ്മം, വേദനിച്ച ഒരു കാര്യങ്ങൾ, അതൊക്കെ ഇതിൽ നിന്നും നിങ്ങൾക്ക് എസ്കേപ്പ് ആകാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് സന്തോഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഹെർമിറ്റിൻ്റെ എനർജിയാണ്. ഇതിൽ നിങ്ങളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും നമുക്ക് വേണ്ടി ചിന്തിക്കാനോ നമ്മളുടെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും തന്നെ സമയമില്ല. നമ്മളെപ്പോഴും നമ്മളുടെ മുന്നിൽ കാണുന്ന കുറേ കാര്യങ്ങളിൽ അതിൻ്റെ പിറകെ നെട്ടോട്ടം ഓടുന്ന ആൾക്കാരാണ്. നമ്മളൊന്ന് ഇരിക്കാനോ നമ്മൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനോ ഒന്നും സമയമില്ലാത്ത ആൾക്കാർ. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പലപ്പോഴും പല ആൾക്കാരും ഇതിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി, നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക നഷ്ടമോ അല്ലാതെ എന്തെങ്കിലും ഒരു മാനഹാനിയോ ഒക്കെ വരുന്ന ആൾക്കാർ. അപ്പോൾ വരുന്ന സമയത്താണ് മറ്റുള്ളവരെല്ലാവരും നമ്മളിൽ നിന്ന് വിട്ടുപോയി കളയും. നമ്മളുടെ കൂടെ നിൽക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം, മറ്റുള്ളവർ എന്ത് പറയും എന്ന് ചിന്തിച്ചായിരിക്കാം. ചിലപ്പോൾ അത് നിങ്ങളുടെ എടുത്തുചാട്ടം കൊണ്ടല്ലേ അതങ്ങ് അനുഭവിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നതായിരിക്കാം. എന്ത് തന്നെയായാലും അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ആരൊക്കെയാണ് നമ്മളുടെ കൂടെ യഥാർത്ഥത്തിലുള്ളതെന്ന്, ആരൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നത് ആ സമയത്താണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആരൊക്കെയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്, നിങ്ങൾ ആർക്കൊക്കെ എന്തൊക്കെ കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതും ഒരു കർമ്മയായിട്ട് നിങ്ങൾ കണക്കാക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. നിങ്ങളുടെ ഒരു കഷ്ട സമയത്ത് മറ്റൊരാൾ നിങ്ങളോട് ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിൽ, അവരുടെ പ്രസൻസ് പോലും നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവരെ കൂടുതൽ ചാൻസ് കൊടുത്ത് വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതിൽ ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഈ ഒരു ഹെർമിറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഉൾവലിഞ്ഞിരിക്കുന്ന ഒരു ആളാണ്. മാത്രമല്ല അതിലൊരു സന്തോഷം കണ്ടെത്തുന്ന ആളാണെന്നുള്ളതാണ്. അതിൽ വിഷമിച്ചിരിക്കുന്ന ആളല്ല, ഒറ്റപ്പെട്ട് വിഷമിച്ച് പോയി എന്നുള്ളതല്ല. ഈ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുക. മെഡിറ്റേറ്റ് ചെയ്യുക. അതിൽ നിങ്ങൾ മെഡിറ്റേഷന്, ഇതിൽ ഹെർമിറ്റ് എന്ന് പറയുന്നതിനൊരു സോൾ സെർച്ചിങ് ആണ് ഈ ഒരാളിൻ്റെ ഒരു ജോലി. നമ്മുടെ ആത്മാവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു സമയമാണ്. നിങ്ങളിലേക്ക് തന്നെ കുറച്ച് ഫോക്കസ് കൊടുക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻസ് ചെയ്യുക, പ്രാണായാമം ചെയ്യുക. പ്രാണായാമം ചെയ്തിട്ട് വേണം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ. പലരും മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്, നമുക്ക് പല ചിന്തകൾ വരുന്നു എന്ന് പറയുന്ന ആൾക്കാരോട് നിങ്ങളൊരു 10 മിനിറ്റ് പ്രാണായാമം ചെയ്തതിന് ശേഷം 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്താൽ ആ 10 മിനിറ്റ് നിങ്ങൾ ആ ഒരു നത്തിങ്നെസ്സിൽ ഇരിക്കാൻ പറ്റും, ഒരു നോ മൈൻഡിൽ ഇരിക്കാൻ പറ്റും, വളരെ സുഖകരമായി ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഈ പ്രാണായാമം ചെയ്യാതെ മെഡിറ്റേഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യം മനസ്സിനെ നിയന്ത്രണത്തിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് പോകാൻ. അതിന് വേണ്ടിയിട്ടാണ് പ്രാണായാമം ചെയ്യണമെന്ന് പറയുന്നത്. യൂട്യൂബിൽ ഒരുപാട് മെഡിറ്റേഷൻസ് ഉണ്ട്. മാത്രമല്ല, അല്ലെങ്കിൽ തുരീയം ആ ഒരു ചാനലിൽ സാറ് മെഡിറ്റേഷൻ 1 ഡേ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് സാറിൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു 1 ഡേ ക്ലാസ്സിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതെന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ നോക്കുക. ഫോർ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഈ ഒരു വെപ്രാളവും വിഷമോ ടെൻഷനോ അതൊക്കെ കളഞ്ഞ് ഒരു വളരെ സുഖകരമായിട്ടൊന്ന്, ചിലപ്പോൾ ചില ആൾക്കാർ വളരെ സുഖകരമായിട്ട് ഉറങ്ങിയിട്ട് കുറേ കാലമായിട്ടുണ്ടായിരിക്കും. ചില ആൾക്കാർ ഇന്ന് ഈ കുറേ ടെൻഷനൊക്കെ റിലീസ് ചെയ്ത് വളരെ സുഖകരമായിട്ടൊന്ന് ഉറങ്ങുന്ന
ഒരു സമയമാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഒന്നുകിൽ ഒരുപാട് തിരക്കായിരുന്നിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മാനസികാവസ്ഥ നിങ്ങളെ ഉറക്കം വരാത്ത രീതിയിലാക്കി പോയിട്ടുണ്ടായിരിക്കാം. എന്ത് തന്നെ ആയാലും അതൊക്കെ കളഞ്ഞ് അതൊക്കെ മാറി നിങ്ങൾ വളരെ ഒരു എന്താണ് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ റിലാക്സ് ചെയ്തിട്ട് ഒന്ന് ഉറങ്ങാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഇതിങ്ങനെ ചെയ്യാത്ത ആൾക്കാരൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കൊന്ന് റിലാക്സേഷൻ വേണം, നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വിശ്രമം ആവശ്യമാണ് എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്രമം കൊടുക്കാൻ ശ്രമിക്കുക. ഫോർ ഓഫ് വാൻസിൻ്റെ എനർജിയാണ്, ഒരു സെലിബ്രേഷനാണ്. ഒന്നുകിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടോ ഒക്കെ നിങ്ങളിന്ന് ഇന്നത്തെ ദിവസം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഗെറ്റ് ടുഗദർ എന്ന് വെക്കുന്നുണ്ടായിരിക്കാം. വളരെ വളരെ ഹാപ്പി മൂഡിലാകേണ്ട ആൾക്കാരാണ് കുറേ ആൾക്കാരും ഇത് ഒരു ട്രാപ്പിൽ പെട്ടുപോയതുപോലെ. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ചിലപ്പോൾ ഇവരോടൊപ്പം ചേരുന്നുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ഇമോഷൻ എന്ന് പറയുന്നത് ഭയങ്കര ചില ആൾക്കാരൊരു വിക്ടിം മെൻറ്റാലിറ്റിയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് പറ്റിപ്പോയല്ലോ, സ്വയം കുറ്റപ്പെടുത്തി ഇതെൻ്റെ മിസ്റ്റേക്കാണ്, ഇതെൻ്റെ മാത്രം മിസ്റ്റേക്കാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. അപ്പം മനസ്സിലാക്കുക, ഇതൊക്കെ നടക്കേണ്ടത് മാത്രമാണ് നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്നത്. അത് എഴുതപ്പെട്ടതായിരിക്കണം, പക്ഷേ ഫ്യൂച്ചർ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും എന്നുള്ളതാണ്. എഴുതപ്പെട്ട കാര്യങ്ങളാണ് പാസ്റ്റിൽ നമ്മളുടെ ജീവിതത്തിൽ നടന്നു പോയതെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് കേട്ടോ, നമ്മളുടെ ഡെസ്റ്റിനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മളുടെ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ നമ്മളൊന്ന് മാറ്റുക, ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പൂർണ്ണമായും നമുക്ക് പറ്റിപ്പോയ തെറ്റുകളെ നമ്മൾ ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക. പിന്നെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ ആലോചിച്ചിട്ട് മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്താൽ മതി എന്നുള്ളതാണ്. കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്, ഒരു വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും ഇന്നത്തെ ദിവസം, ഡിസിപ്ലിൻഡ് ആയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ പുറത്തിറങ്ങുന്നത് വളരെ നല്ല വസ്ത്രം, നല്ല ഒരു മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന തരത്തിൽ വസ്ത്രമൊക്കെ ധരിച്ചെന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരാം. അങ്ങനത്തെ നമ്മളുടെ ഉള്ളിൽ എന്ത് തന്നെ ആയാലും പുറത്ത് അതൊന്നും കാണിക്കാതെ നിങ്ങൾ ഇന്ന് ആക്ട് ചെയ്യേണ്ടി വരുമായിരിക്കാം. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. പാസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് പുതിയൊരു തുടക്കം നല്ല രീതിയിൽ നിങ്ങൾ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനും മറ്റുള്ളവരുടെ പല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. അധികാരം നിങ്ങളുടെ കയ്യിൽ വരും. ചിലപ്പോൾ നിങ്ങളെ പറ്റിച്ച ആൾക്കാരെ പോലും നിയന്ത്രിക്കാനുള്ള ഒരു സാഹചര്യം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വന്നേക്കാം. സിക്സ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറേ ആൾക്കാർക്കും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയ ഒരു എനർജിയാണ് കേട്ടോ. കുറേ കഷ്ടതകളിൽ നിന്നും കുറേ വിഷമത്തിൽ നിന്നും ഒക്കെ മാറി അവർക്കൊരു പുതിയ തുരുത്തിലേക്ക് എത്താൻ പോണ ഒരു എനർജിയാണ്. ഒരു രക്ഷപ്പെടൽ ഇന്നത്തെ ദിവസം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ആവശ്യമില്ലാത്ത ചിന്തകളിലിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്കതൊന്നും മാറാൻ പറ്റാതെ ചിലപ്പോൾ അവിടെ തന്നെ കൂട്ടിപ്പണിച്ച് കിടന്നു പോയിട്ടുണ്ടായിരിക്കാം, മാറിപ്പോകാൻ പറ്റുന്നില്ലായിരിക്കാം. പക്ഷെ ഇന്നത്തെ ദിവസം നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്നും വളരെ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം, ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങളെ ഒന്ന് കൈപിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് ഒരു സഹായത്തിന് ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കാം. എന്തായാലും ഒരു ചേഞ്ചാണ്. കുറേ ആൾക്കാർക്ക് ഇതൊരു യാത്രയുണ്ട്. ഈ യാത്ര എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലൊരു വഴിത്തിരിവുണ്ടാക്കുന്ന ഒരു യാത്രയായിരിക്കാം. ക്വീൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് ക്വീൻ ഓഫ് വാൻസ്. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞ് നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് ആലോചിച്ച് തീരുമാനിച്ച് ഒരു യാത്ര തുടങ്ങുന്ന എനർജിയാണ് ഇതിനകത്തുള്ളത്. നോക്കാം.
അപ്രീസിയേഷനാണ്. അപ്പം ഇന്നത്തെ നിങ്ങളുടെ വസ്ത്രധാരണത്തിനോ നിങ്ങളുടെ ഒരു അപ്പിയറൻസിനോ ഒക്കെ ഇന്നത്തെ ദിവസം പ്രശംസ കിട്ടും എന്നുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കും, നിങ്ങളോട് ചിലപ്പോൾ നിങ്ങളോട് നേരിട്ട് തന്നെ പറയും ഇന്നത്തെ ഇന്ന് നല്ലതായിരിക്കുന്നു എന്ന്. നിങ്ങളെ ചിലപ്പോൾ നല്ല ഡ്രസ്സ്, നിങ്ങൾക്ക് ചേരുന്ന ഒരു ഡ്രസ്സായിരിക്കാം നിങ്ങൾ ധരിച്ചിരിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങളെ ഒന്ന് നോട്ടീസ് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ കാണുന്നത്. അപ്പം ചിലപ്പോൾ നിങ്ങളോടത് പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളോട് ചിലപ്പം അത് നേരിട്ട് പറയണമെന്നില്ല. ചില ആൾക്കാരങ്ങനെയാണ്. അപ്പോൾ ഉള്ളിൽ അവർ നമ്മളെ കാണുമ്പം നമ്മളോട് നേരിട്ട് പറഞ്ഞിരിക്കും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് കൊള്ളാലോ, നമ്മളുടെ ഡ്രസ്സായിരിക്കാം, നമ്മളുടെ അപ്പിയറൻസ് ആയിരിക്കാം, നമ്മുടെ സംസാരമായിരിക്കാം, അത് കൊള്ളാലോ എന്നൊക്കെ മറ്റുള്ളവർ മനസ്സിൽ അവർക്ക് തോന്നും നിങ്ങളെ കാണുമ്പോൾ ഇന്നത്തെ ദിവസം. ഡോക്ടർ റൊമാൻസാണ്. ഒരു പുതിയ പ്രണയം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് ആണ്. ഒരു പ്രണയത്തിൻ്റെ വാതിൽ, ഒരു ഡോർ ഓപ്പൺ ആകുന്നു, നിങ്ങളിലേക്ക് ഒരു ഡോർ ഓപ്പൺ ആകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കാം. പുതിയ പ്രതീക്ഷകളുമായിട്ട് ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കാം. അതിൽ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു ഈ ഒരു കാര്യം പുതിയൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കാം നിങ്ങൾക്ക്. വിമൻ ഹോൾഡിങ് എ കോയിനാണ്. എന്നൊരു സ്ത്രീ നിങ്ങൾക്കൊരു വഴികാട്ടിയാകും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു ബിസിനസ് നിങ്ങൾ സംസാരിക്കാൻ, ഒരു സ്ത്രീയുടെ അടുത്തൊരു ബിസിനസ് സംസാരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്കൊരു വഴികാട്ടിയാവും, ഒരു ഹെൽപ്പാകും. ചിലപ്പോൾ ഇത് നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആരെങ്കിലും പരിചയപ്പെടണമെന്നോ, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്ന ഒരു സ്ത്രീയാണ് കേട്ടോ, പുരുഷനല്ല, സ്ത്രീ നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം വരുത്തുന്ന, പ്രത്യേകിച്ചും ഫിനാൻഷ്യലി നിങ്ങളെ മാറ്റം വരുത്തുന്ന ഒരു സ്ത്രീയുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിന് വഴിത്തിരിവാകുന്ന ഒരു കാര്യം ഇന്നത്തെ ദിവസം സംഭവിക്കാം അവരുമായിട്ടുള്ളൊരു കോണ്ടാക്ട് എന്നാണ് കാണുന്നത്. തേർഡ് ചക്ര ആർക്കേഞ്ചൽ ചാമൂലാണ്. അതിൽ നിങ്ങളുടെ മണിപൂരക ചക്ര ആക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വളരെ ഉയർന്നായിരിക്കും. നമ്മളുടെ മണിപൂര ചക്രയിൽ ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് കാണില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ അഥവാ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കേജസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ നാഭിയിലാണുള്ളത് ആ ഒരു മണിപൂര ചക്ര സ്ഥിതി ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആർക്കേഞ്ചൽ ചാമുവലിനെ ഇൻവോക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മണിപൂരക ചക്ര ക്ലെൻസ് ചെയ്ത് എനർജൈസ് ചെയ്ത് തരാൻ നിങ്ങൾ ചാമുവൽ മാലാഖയോട് നിങ്ങൾ ആവശ്യപ്പെടുക ഇന്നത്തെ ദിവസം. ഡോൺ ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് ആണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് സംഭവിച്ചു പോയ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കാം, നിങ്ങളെ വേദനിപ്പിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. അതൊക്കെ ഹീൽ ചെയ്യാനുള്ളൊരു സമയമായി എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പം എത്ര വയസ്സാണെങ്കിലും, ചിലപ്പോൾ കറണ്ടിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രായമായ ആൾക്കാരായിരിക്കും, പക്ഷേ പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായ ആ വേദനകളെല്ലാം ഈ ഒരു സമയമെങ്കിലും നിങ്ങൾ ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതിൻ്റെ ഹീലിങ്ങിൻ്റെ സമയമാണ് എന്നാണ് കാണുന്നത്. അങ്ങനെ ഹീൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാം വെറുതെ, ഇപ്പം നമുക്ക് ചിരി വന്നാലും ജസ്റ്റ് ഒന്ന് ചിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിൽ ഇത് വേണ്ട എന്നേ ചിന്തിക്കുള്ളൂ. പക്ഷേ നമുക്ക് നമ്മളുടെ ആ ബ്ലോക്കേജസ് എല്ലാം അതെല്ലാം മാറ്റി നമ്മൾ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഒരു ഡോർ ഇന്നത്തെ ദിവസം തുറക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും എങ്ങനെയായിരിക്കും ഇത് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് ഇന്നത്തെ ദിവസം സംഭവിക്കുന്നു. പേഴ്സണൽ ഹീലിങ്ങിൻ്റെ ദിവസമാണ് അത്. ഇന്ന് തുടങ്ങുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.